ന്യൂസ് 16 കേരള. യുഎഇയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ കനത്ത പിഴയും തടവും. യുഎഇയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കനത്ത പിഴയ്ക്കും തടവിനും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾക്ക് കാരണമാകും. ഇക്കാരണത്താൽ തന്നെ നിയമങ്ങളെയും അതിന്റെ പരിണതഫലങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. അധികാരികൾ അംഗീകരിക്കാത്ത വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചാലും നിങ്ങൾക്ക് നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ആദ്യ തവണ കുറ്റം ചെയ്താൽ 2000 ദിർഹം മുതൽ 10,000 ദിർഹം വരെയാണ് പിഴ. ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 3 മാസം തടവോ അല്ലെങ്കിൽ ഇതിനു പുറമെ 5000 ദിർഹം മുതൽ 50,000 ദിർഹം വരെ പിഴയും ലഭിച്ചേക്കാം. അംഗീകൃത ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന തരത്തിലുള്ള വാഹനം ഓടിക്കാൻ അനുവദിക്കാത്ത ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ ശിക്ഷകൾ ഇപ്രകാരമാണ്. ആദ്യ കുറ്റത്തിന് 3 മാസം വരെ തടവോ 5000 മുതൽ 50,000 ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 3 മാസം തടവോ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. മാർച്ച് 29 മുതലാണ് യുഎഇയിലെ പുതിയ ട്രാഫിക് നിയമം പ്രാബല്യത്തിൽ വരിക. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള കുറഞ്ഞ പ്രായം 18-ൽ നിന്ന് 17 കുറച്ചതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന്. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള വ്യവസ്ഥകളും ലൈസൻസ് താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ: പ്രായം: അപേക്ഷകന് കുറഞ്ഞത് 17 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഗ്രിഗോറിയൻ കലണ്ടർ അടിസ്ഥാനമാക്കി മെഡിക്കൽ പരിശോധന: അപേക്ഷകന് ലൈസൻസിംഗ് അതോറിറ്റി ആവശ്യപ്പെടുന്ന മെഡിക്കൽ പരിശോധനയിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്കനുസൃതമായി അംഗീകൃത മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്യണം. ഡ്രൈവിംഗ് ടെസ്റ്റ്: നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിൽ വിവരിച്ചിരിക്കുന്നതുപോലെ അപേക്ഷകന് ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷന് ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ 12-ലാണ് അധികാരികൾക്ക് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന കേസുകൾ വിവരിക്കുന്നത്. താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിനായി സമർപ്പിക്കുമ്പോൾ നിരസിക്കപ്പെടുകയോ ചെയ്തേക്കാം. ലൈസൻസ് ഉടമയ്ക്ക് വാഹനമോടിക്കാൻ യോഗ്യതയില്ലെന്നോ മെഡിക്കൽ പരമായി യോഗ്യനല്ലെന്നോ കണ്ടെത്തിയാൽ ലൈസൻസിംഗ് അതോറിറ്റിക്ക് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ റദ്ദാക്കാനോ കഴിയും. ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലൈസൻസിംഗ് അതോറിറ്റിയുമായി ഏകോപിപ്പിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിക്ക് അവകാശമുണ്ട്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.